എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് മാസമായി. അതുകൊണ്ട് തന്നെ കിടലിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വാഹനങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു പ്രയോജനപ്പെടുന്ന വീഡിയോ തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോപ്പുലർ ഹുണ്ടായി പുല്ലുവഴിയിലുള്ള പെരുമ്പാവൂർ പുല്ലുവഴിയിലുള്ള പോപ്പുലർ ഹുണ്ടായിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം ഹുണ്ടായും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചെയ്ത് ഗണനാഥോട് നമുക്ക് ചോദിച്ചു നോക്കാം. വെൽക്കം ടു യുവർ ചാനൽ. അപ്പൊ എല്ലാ പ്രാവശ്യം പോലെ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പോപ്പുലർ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഓഫർ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് മാജിക്കൽ മാർച്ച് എന്നാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ പേര്. മാജിക്കൽ മാർച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ നടത്തിയായിരുന്നു. നമ്മുടെ എറണാകുളം വൈറ്റിലാണ് നമ്മൾ നടത്തിയത്. അതേപോലെയാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ നടത്തുന്നത്. ഏകദേശം നമ്മൾ സെയിൽ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പരിപാടി നടത്തുന്നതായിട്ട്. നമുക്ക് ഏകദേശം എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. നിയോസ്, എക്സ്റ്റർ, ക്രെറ്റ, വെന്യൂ എന്നുള്ള മോഡൽസ് എല്ലാം അവൈലബിൾ ആണ്. ഡീസലും പെട്രോളും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന മോഡൽസ് ആണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, കുറച്ച് മോഡൽസ് നമുക്ക് ഓഫർ കൂടുതലുണ്ടെന്ന് പറഞ്ഞില്ലേ. അതില് നമുക്ക് ആദ്യം പരിചയപ്പെടുത്തുന്ന മോഡലാണ് ഗ്രാൻഡ് നിയോസ്. നമ്മുടെ ഹ്യുണ്ടായിയുടെ പ്രൊഡക്റ്റില് ഏറ്റവും ആദ്യം തന്നെ ഹാച്ച്ബാക്ക് സെഗ്മെന്റിലെ കാറാണ്. നമുക്ക് ഇതിന്റെ പ്രത്യേകത, നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. ഇത് കിടക്കുന്ന സ്പോർട്സ് വേരിയന്റ് ആണ്. ഏകദേശം ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡൽ. 6 എയർ ബാഗ് ഉണ്ട്. പിന്നെ അതുപോലെ ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും ഓട്ടോമാറ്റിക് AC, ക്രൂയിസ് കൺട്രോൾ അടക്കം അങ്ങനെ വരുന്ന മോഡലാണ്. നമുക്ക് മാനുവൽ വെഹിക്കിൾ ആണ്. നമുക്ക് ഓഫർ പ്രൈസിൽ ഏകദേശം 8,31,000 നമുക്ക് ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ പറ്റും. അത് വിത്ത് വാറന്റി അടക്കം 4 വർഷം മൊത്തം വാറന്റി അടക്കം നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓഫറിലാണ് നമുക്ക് ഈ വാഹനം സെയിൽ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതിന്റെ എല്ലാ മോഡൽസും എല്ലാ കളേഴ്സും വരുന്നുണ്ടോ? എല്ലാ മോഡൽസും നമുക്ക് ഞാൻ പറഞ്ഞ കുറച്ച് മോഡൽസ് അവൈലബിൾ ഉള്ളൂ. കുറച്ച് കളേഴ്സിൽ നമുക്ക് ഷോർട്ടേജ് ഉണ്ട്. ഒരു വൈറ്റ് ഉണ്ട്, നമുക്ക് അക്കോട്ടിയില് ഗ്രേ കളർ സ്റ്റോക്ക് ആണ് ഉണ്ട് നിലവില്. അപ്പൊ എന്തായാലും ഈ വാഹനം നോക്കുന്നവർക്ക് എന്തായാലും ഇത്രയും നല്ലൊരു ഓഫറിലാണ് ഇപ്പൊ വരുന്നത്. കാരണം ഏകദേശം പുതിയ വണ്ടി മേടിക്കുന്ന ഇതിനേക്കാളും കൂടുതൽ റേറ്റ് വരും. ഇത് 0 കിലോമീറ്റർ ആണ്, വേറെ ഓടിക്കലോ ഒന്നുമില്ല. യാർഡിൽ തന്നെയാണ് വെഹിക്കിൾ കിടക്കുന്നത്. അപ്പൊ വിശ്വസിച്ച് എടുക്കാൻ പറ്റും. ഇപ്പൊ കസ്റ്റമറിനാണെങ്കിൽ നേരിട്ട് വന്ന് വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റും. PD ചെക്ക് ചെയ്തിട്ട് വണ്ടി പർച്ചേസിംഗ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ കിടക്കുന്ന നമുക്ക് എക്സ്ട്രാ വരുന്ന അല്ലേ? ഇത് നമ്മുടെ ഹ്യുണ്ടായിയുടെ ഇപ്പൊ ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള എക്സ്റ്റർ ആണ്. SUV കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇതും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന മോഡൽസ് ആണ്. അതുപോലെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, മാനുവലും നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഇപ്പൊ അവൈലബിൾ ആണ്. നമുക്ക് എക്സ്റ്ററിന്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൺറൂഫ് ഉള്ള വേരിയന്റ് വരുന്നുണ്ട്, സൺറൂഫ് ഇല്ലാത്ത മോഡൽസ് വരുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഉണ്ട്, ഫുൾ ഓപ്ഷൻ ഉണ്ട്, മിഡിൽ വേരിയന്റ് ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് കളേഴ്സിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഷോർട്ടേജ് ഉള്ളൂ. പക്ഷെ മോഡൽസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവലൊക്കെ അവൈലബിൾ ആണ്. ഇത് കിടക്കുന്ന എക്സ്പ്രസ് വേരിയന്റ് ആണ്. സൺറൂഫ് ഉള്ള വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് കിടക്കുന്നത്. ഏകദേശം ഒരു 3ാമത്തെ വേരിയന്റ് 4ാമത്തെ വേരിയന്റ് അടുത്താണ് ഈ വേരിയന്റ് വരുന്നത്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ 9,73,000 രൂപ കൊടുക്കാൻ പറ്റും. ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. ഇത് വാറന്റി അടക്കം 4 വർഷം വാറന്റി 4 വർഷം വാറന്റി വരെ കൊടുക്കുന്നുണ്ട് നമ്മള്. അത് 9,73,000 രൂപ വിത്ത് ഒരു സർവീസ് പാക്കേജ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ വെഹിക്കിൾസിനും. SOT എന്ന് പറഞ്ഞ സർവീസ് പാക്കേജ്. അപ്പൊ അത് ഷീലോട്ടസ് എന്നാണ് പറയുന്നത്. തേയ്മാനം സംഭവിക്കുന്ന വാങ്ങുന്ന വാറന്റിയാ. അപ്പൊ അതും 2 വർഷം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. അതുകൊണ്ട് എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട്. അത് ഈ എമൗണ്ടിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ബേസ് മോഡൽ എത്രയാണ് വരുന്നത്? ഇതിന്റെ ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് ഒരു 7 lakh റേഞ്ചിൽ നമുക്ക് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യും. അത് മാനുവൽ ഓൺ റോഡ് 7 lakh, അതായത് ഒരു മാനുവൽ വേരിയന്റ് 7 ലക്ഷം സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ടിംഗ് വേരിയന്റ്. അത് നമുക്ക് സെക്കൻഡ് വേരിയന്റ്. ഇത് തേർഡ് വേരിയന്റ്, S+ വേരിയന്റ്, സൺറൂഫ് ഉള്ള വേരിയന്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക്കിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. അത് ഓഫർ പ്രൈസിൽ 9,73,000 ഓഫർ പ്രൈസിൽ പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യൂസർ വാഹനം നോക്കാൻ നിൽക്കുന്നവർക്ക് ഇപ്പത്തെ നിലവിലെ ഓഫർ വരുന്നത് നമുക്ക് 8 വർഷം വരെ EMI കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. 100% ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. ലോ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. സെക്കൻഡ് വെഹിക്കിൾ നോക്കുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഇനി വാഹനം ഓടിയോ എന്ന ടെൻഷൻ വേണ്ട. എടുക്കുന്ന എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. വണ്ടി വാറന്റി കൊടുക്കുന്നുണ്ടല്ലോ. വാറന്റി കൊടുക്കുന്നത് 4 വർഷം വരെ ഫുൾ ആയിട്ട് വാറന്റി കൊടുക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ യൂസർ വാഹനം നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, നല്ലൊരു മൈലേജ് കിട്ടുന്ന 16+ നമുക്ക് കിട്ടുന്നുണ്ട്. 16 മെയിലിട്ട് ഓട്ടോമാറ്റിക്കിന് കിട്ടുന്നുണ്ട്. ആവറേജ് 16 ആണ്. അതിന് മെയിലിട്ടാണ് മൈലേജ് കിട്ടുന്നത്. അടുത്തത് പരിചയപ്പെടാം. വെന്യൂ ആണ്. ഡീസൽ വരുന്നുണ്ട്, പെട്രോൾ വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ്. അറിയാം നമുക്ക് ഈ സെഗ്മെന്റിൽ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഓഫീസിൽ വരുന്നത് നമുക്ക് 3 മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. കോമ്പാക്ട് SUV ആണ് ഏറ്റവും കൂടുതൽ വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. നമുക്ക് ഇത്
സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്. ഇ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നമുക്ക് ഇത് ഓഫർ പ്രൈസിൽ ഏകദേശം 899 നമുക്ക് ഓൺ റോഡ് കൊടുക്കാൻ പറ്റും. ഇത് വാറന്റി 99,000 രൂപ ഓൺ റോഡ് പ്രൈസ് അല്ലേ? 99,000 ഓൺ റോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് എല്ലാ കളേഴ്സും അത്യാവശ്യം കളേഴ്സ് വരുന്നുണ്ടോ? അത്യാവശ്യം എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലാക്ക്, ഇപ്പൊ റെഡ് അവൈലബിൾ ആണ്. കുറച്ച് കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ. ഞാൻ പറഞ്ഞ ഷോർട്ടേജ് ആയിട്ടുള്ള മോഡൽസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില കളേഴ്സ് ഒക്കെ ഇല്ലാണ്ടിരിക്കും. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും വരുന്നുണ്ട്. ഡീസൽ വേരിയന്റ് വരുന്നുണ്ട്. ഡീസൽ വേരിയന്റും നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പെട്രോൾ വേരിയന്റും ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിലുണ്ട്. പിന്നെ അതുപോലെ ഡീസൽ മാനുവൽ, അത് ടോപ്പ് എൻഡും അവൈലബിൾ ആണ്. ഡീസലിലേക്ക് വന്നാൽ നമുക്ക് ബേസ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഓഫർ? ഏകദേശം ഒരു 13 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഡിസ്കൗണ്ട് എല്ലാം ശേഷം വരുന്ന പ്രൈസ് ആണ്. കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 12.25 റേഞ്ചിലിട്ട് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അല്ലേ? പിന്നെ നമുക്ക് ഈ ഡീസലിന്റെ കേസ് പറയുമ്പോൾ നമുക്കൊരു ബേസ് മോഡൽ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു മിഡിൽ വേരിയന്റിലാണ് നമുക്ക് എസ് പ്ലസ് എന്ന് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യണത്. ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും സ്റ്റിയറിംഗിന് കൺട്രോൾസും അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ് ഈ എസ് പ്ലസ് വേരിയന്റ് ഡീസലില്. അത് 1.5 എഞ്ചിനാണ് വരുന്നത്. നമ്മുടെ ക്രെറ്റയിലും അൽക്കസാറിലും വെനിയിലും ഒക്കെ സെയിം എഞ്ചിൻസ് ആയിരിക്കുന്നത്. മൈലേജ് വരുവാണെങ്കിൽ 20 എബോവ് മൈലേജ്. ഇത് നമ്മുടെ i20 ആണ്. ഹാഷ് ബാക്കിലെ പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു മോഡലാണ്. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് അവൈലബിൾ. രണ്ട് പേരും നമുക്ക് അവൈലബിൾ ആണ്. പെട്രോൾ ഉള്ളൂ കേട്ടോ ഇതിന്. പെട്രോൾ ഐറ്റം കഴിഞ്ഞിട്ട് എക്സ്ട്രാ കഴിഞ്ഞിട്ടുള്ള അടുത്ത മോഡലാണ് ഈ i20 വരുന്നത്. അത് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവലും അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്ത് പറഞ്ഞാൽ ആസ്റ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. സൺറൂഫ് അലോയ് വീലൊക്കെ വരുന്ന മോഡലാണ് ഇത്. ടൈറ്റാൻ ഗ്രേ കളറാണ് ഇത്. ഇത് നമുക്ക് ഓൺ റോഡ് നമുക്ക് എല്ലാ ഡിസ്കൗണ്ട് 13 ലക്ഷം രൂപ കൊണ്ട് ഇറക്കി കൊടുക്കാൻ പറ്റും. 13 ലക്ഷം രൂപ ഈ പറഞ്ഞ വാറന്റി അടക്കം SOT അടക്കം 13 ലക്ഷം രൂപ ഓൺ റോഡ് ഇറക്കി കൊടുക്കാൻ പറ്റും. പുതിയ വണ്ടി EMI ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. 8 വർഷം വരെ EMI കൊടുക്കുന്നുണ്ട്. ഒരു പെർലാക്ക് ഒരു 1600 തൊട്ടാണ് നമുക്ക് പെർലാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇതിന് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. 1 രൂപ അടയ്ക്കാണ്ട്, കസ്റ്റമർ 1 രൂപ അടയ്ക്കാണ്ട്, ബുക്കിംഗ് എമൗണ്ട് പോലും അടയ്ക്കാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനതൊരു കാര്യം എടുത്ത് പറയാം കേട്ടോ. നമുക്ക് സിവിലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ 0 ഡൗൺ പേയ്മെന്റ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും വന്നിട്ട് സിവിൽ നോക്കി ഓക്കെ അല്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തത്. അതുകൊണ്ടാണ് എടുത്ത് വെച്ച് പറഞ്ഞത്. നമുക്ക് 750 റേഞ്ച് ആണ് നമുക്ക് ഒരു സിബിൽ സ്കോർ പറയുന്നത്. അത്യാവശ്യം സിവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 0 അല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ചെറിയ ഡൗൺ പേയ്മെന്റിനൊക്കെ നമ്മൾ ഇപ്പൊ ഒരു കൊടുക്കുന്നുണ്ട്. സാലറി എംപ്ലോയീസ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാവർക്കും ഒരു 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ബേസ് മോഡലിലേക്ക് വന്ന് ഞാൻ എത്രയായിരുന്നു? ഇത് നമുക്ക് ബേസ് മോഡലായിട്ട് വരുമ്പോൾ നമുക്ക് മാനുവലൊക്കെ വരുമ്പോൾ ഒരു 850 റേഞ്ചിലായിട്ട് നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റും. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന തന്നെയാണല്ലോ. നമുക്കൊരു 10-18 റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. മാനുവലിനൊക്കെ 18 റേഞ്ച് മൈലേജ് കിട്ടുന്നതാണ്. നമ്മളിനി അടുത്ത് പരിചയപ്പെടാൻ പോണ ഈ സെഗ്മെന്റിലെ കിങ് ആണ് ഹോട്ട് മൂവിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്രെറ്റ. അത് ജനറേയും 2015 തൊട്ട് ഇത്രയും കാലയളവില് സെയിലില് ഫസ്റ്റ് തന്നെ നിൽക്കുന്ന മോഡലാണ്. ഇത് EX എന്ന് വേരിയന്റ് ആണ് വരുന്നത്. വൈറ്റ് അറ്റ്ലസ് വൈറ്റ് കളർ EX വേരിയന്റ്. ഡീസൽ വരുന്നത് ഡീസൽ പ്രത്യേകിച്ച് ഡീസലും കൂടിയാ. ഡീസൽ അവൈലബിൾ ആണ്. അതുപോലെ പെട്രോൾ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ EV അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ 16,48,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓൺ റോഡ് പ്രൈസ്. അത് വിത്ത് വാറന്റി അടക്കം, വാറന്റി SOT അടക്കം, സർവീസ് പാക്കേജ് അടക്കം നമുക്ക് ആ 16,48,000 രൂപ കൊടുക്കാൻ പറ്റും. അത് സെക്കൻഡ് വേരിയന്റ്. അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡലാണ്. നമുക്ക് ടച്ച് സ്ക്രീനും കൺട്രോൾസും പവർ വിൻഡോ 6 എയർ ബാഗ് അതൊക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണ്. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന നമുക്ക് ഈ ഒരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. അത് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ് 24 മോഡൽ. ഓക്കെ. അപ്പൊ ഇതിന്റെ പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? പെട്രോൾ വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. പെട്രോൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 13.5 റേഞ്ചിലായിട്ട് നമുക്ക് പെട്രോൾ സ്റ്റാർട്ട് ചെയ്യും ഓൺ റോഡ്. ഇപ്പൊ നമുക്ക് 24-ല് ബെനിഫിറ്റ് അത് തന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ 25-ലും വരുന്നത്. ഫീച്ചേഴ്സ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. സെയിം ഫീച്ചേഴ്സ് ആണ് ഇപ്പോഴും വരുന്നത്. അപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കളേഴ്സിൽ വന്നാൽ അത്യാവശ്യം വൈറ്റ് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. വൈറ്റും ബ്ലാക്ക് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. 2 കളേഴ്സ് നമുക്ക് അവൈലബിൾ ഉള്ളൂ. വേറെ കളേഴ്സ് ഒന്നും നമുക്ക് കറക്റ്റ് ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ആണോ കളേഴ്സിൽ ഒന്നാണ് രണ്ടാണ് ഈ വൈറ്റും ബ്ലാക്കും. നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു സെയിലുള്ള വാഹനം തന്നെയാണ് ഈ കിടക്കുന്നത്. പ്രീമിയത്തിലാണ് വരുന്നത്. പ്രീമിയം സെഡാൻ എന്നുള്ള ഇതിനകത്താണ് വരുന്നത്. നമുക്ക് ഇതിന്റെ പ്രത്യേകത 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വെഹിക്കിൾ ആണ്. ഗ്ലോബൽ 5 സ്റ്റാർ കിട്ടും. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അല്ലേ? ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉള്ള വെഹിക്കിൾ ആണ്. നമ്മൾ ഇതിന്റെ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ടർബോയോ ആണ്. ടർബോയോ ഉണ്ട്, നോൺ ടർബോയോ ഉണ്ട്. 2 എഞ്ചിൻ ഓപ്ഷനിലാണ് 1.5 എഞ്ചിൻ. ഇത് കിടക്കുന്നത് പറഞ്ഞാൽ ബ്ലാക്ക് കളർ SX ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഉണ്ട്. അഡാസ് പോലുള്ള ഫീച്ചേഴ്സ് വരുന്ന മോഡലാണ്. അത് നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ 19,15,000 രൂപ കൊടുക്കാൻ പറ്റും. 19,15,000 കൊടുക്കാൻ പറ്റും. ഓൺ റോഡ് പ്രൈസ് ആണ് പറയുന്നത്. അത്ര രൂപയ്ക്ക് നമുക്ക് പ്രീമിയം സെഡാൻ. ഇപ്പൊ നല്ല ബ്ലാക്ക് കളറാണ്. നമുക്ക് ടർബോ എഞ്ചിനാണ്. പവറും കാര്യങ്ങളൊക്കെ നമുക്ക് 160 PS ആണ് പവർ വരുന്നത്. അത്യാവശ്യം നല്ല ടോർക്ക് വരുന്നുണ്ട്. നമുക്ക് മൈലേജും
ഇതില്ല, നമുക്ക് 20 കിലോമീറ്റർ മൈലേജ് ആണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു മോഡലായിട്ട് നോക്കാം. ഇത് നമ്മുടെ സെയിം വേരിയന്റ് ആണ്. ഇത് ടർബോ എഞ്ചിൻ ആണെങ്കിൽ ഇത് നോൺ ടർബോ എഞ്ചിനാണ്. ഇത് SX വേരിയന്റ്, അത് SX ഓപ്ഷൻ വേരിയന്റ്, തൊട്ട് താഴെയുള്ള വേരിയന്റ്. ഇതാകുമ്പോൾ പ്രൈസിൽ കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട്. ടർബോ എഞ്ചിൻ അല്ലാന്നുള്ളൂ, നോർമൽ എഞ്ചിനാണ് വരുന്നത്. കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ മാറ്റമുണ്ട്. അഡാസ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് വരുന്നില്ല. പക്ഷെ സൺറൂഫ്, ടോപ്പ് എൻഡ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഫുൾ സ്പോട്ട് സ്റ്റാർട്ടും, ഓട്ടോമാറ്റിക് AC, ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ, സൺറൂഫ്, അലോയില്, ഇതെല്ലാം ഈ മോഡൽ വരുന്നുണ്ട്. അതുപോലെ സേഫ്റ്റി റേറ്റിംഗ് ആണെങ്കിൽ 5 സ്റ്റാർ, എല്ലാത്തിനും 5 സ്റ്റാർ തന്നെയാണ്. ഇത് നമുക്ക് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,26,000 നമുക്ക് ഓൺ റോഡ് കൊടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസമുണ്ട് ടോപ്പ് എൻഡ് ഇതും തമ്മിൽ. അത് ടർബോ എഞ്ചിൻ, അതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സും വരുന്നുണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ? നിലവില് ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. കൂടുതലും ഈ പറഞ്ഞ ഫിനാൻസ് ഓപ്ഷൻ ഇതിനും വരുന്നുണ്ട്. ഇത് നമുക്ക് ഓൺ റോഡ് 90 വരെ ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് ഏകദേശം എത്ര അടക്കേണ്ടി വരും? 1.5-2 രൂപ റേഞ്ചിലായിട്ട് നമുക്ക് അടക്കേണ്ടി വരും. ഇത്ര ഒരു വില 7 വർഷത്തും കൊടുക്കുന്നുണ്ട്, 7-8 കൊടുക്കുന്നുണ്ട്. എല്ലാ ബാങ്ക്സും നമുക്ക് അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് പോലെയാണ്. ഏകദേശം ഒരു 8.75 ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ സിബിൽ ഏകദേശം ഒരു 750 റേഞ്ചിൽ നമുക്ക് 700 മേലിലോട്ട് ഉണ്ടായാലും മതി. നമുക്ക് അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടായാൽ മതി. അത്യാവശ്യം ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു മൈലേജ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നല്ലേ? ഓക്കെ, ഇത് മൈലേജ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 20 ആണ് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ്. 20 കിലോമീറ്റർ കമ്പനി പറയുന്ന മൈലേജ് ആണ്. ആ ഒരു റേഷ്യോ കിട്ടും. ഇത് പ്രത്യേകിച്ച് മാനുവൽ കൂടിയാണ്. മാനുവൽ കൊണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അത്യാവശ്യം ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മളെല്ലാ ഒരു മോഡൽസിന്റെ ഓഫറും എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്റെ വിശ്വാസം. എല്ലാത്തിനും നമ്മള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ഈ വാഹനങ്ങൾ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിന്റെ കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു യൂസർകാർ എടുക്കാൻ നിൽക്കുന്ന കുറച്ചുകൂടി ഓഫർ ആണെങ്കിലും വണ്ടിയുടെ ഓഫർ ആണെങ്കിലും അതുപോലെ ഒന്നും ഓടാത്ത വണ്ടിയാണ്. ഒരു കംപ്ലൈൻസ് കുറിച്ച് ആലോചിക്കാൻ വേണ്ട. ഇത് വാറന്റി അടക്കം നമ്മൾ കൊടുക്കുന്നത്, എല്ലാ ഫിനാൻസ് ഓപ്ഷൻ കൊടുക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് 8.75 ഇൻട്രസ്റ്റ് റേറ്റും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാം ഒരു ഗച്ച് ഓഫർ തന്നെയാണ് ഇപ്പൊ എടുക്കാൻ നിൽക്കുന്ന ഒരാൾക്ക്. അതുപോലെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ഓഫറും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഗണനാഥിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു ഹുണ്ടായുടെ വാഹനങ്ങൾ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓഫർ സമയം ഈ മാർച്ച് മാസം തന്നെയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇയർ ബാക്ക് വാഹനങ്ങളാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്കും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. കാരണം 2024 കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 25-ലും 24-ലും സെയിം ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഒന്നും മാറ്റമില്ല. സെയിം ഫീച്ചേഴ്സിലാണ് 24-ലും 25-ഉം വരുന്നത്. മോഡൽസിന്റെ വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ലാസ്റ്റ് ഒക്കെ കിടക്കുന്ന വണ്ടിയൊക്കെയാണ് കൂടുതലും വന്നേക്കണേ. അതുകൊണ്ട് ഒരുപാട് 2024 തുടക്കത്തിലുള്ള വാഹനങ്ങളൊന്നും അല്ല. ഏകദേശം ഡിസംബർ ആ ഒരു സമയത്തല്ലേ, 1-2 മാസം വ്യത്യാസമുള്ള ഒരു സമയത്ത് വന്നേക്കുന്ന വണ്ടികളാണ് കൂടുതലും ഇപ്പൊ കിടക്കുന്ന സ്റ്റോക്കുള്ളത്. അപ്പൊ എന്തായാലും റോഡ് നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഏതൊക്കെ വാഹനങ്ങളാണ് സ്റ്റോക്കുള്ളത്, നിങ്ങൾക്ക് ഏത് വാഹനങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 2025 വാഹനങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരെ ബുക്കിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രോ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അറേഞ്ച് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, പിന്നെ വേറെ കാര്യം ചോദിച്ചിട്ട് ബ്രോ, നമുക്ക് ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് നമുക്ക് മറ്റ് ഡിസ്ട്രിക്ട് കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓൾ കേരള നമ്മൾ ഡെലിവറി അറേഞ്ച് ചെയ്യുന്നതാണ്. ഡെലിവറി ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും നമുക്ക് ഓൾ കേരള കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്പർ കണ്ടിട്ട് എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ മാക്സിമം കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ നല്ല ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. വിളിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോ തന്നെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ് എല്ലാം മോഡൽസിന്റെയും പ്രൈസിംഗ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പോപ്പുലർ ഹുണ്ടായി വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് കാര്യങ്ങളെ കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഒക്കെ അത് ഉപകാരമായിട്ട് മാറും. അതുപോലെ നമ്മൾ പല വാഹനങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പറയുവാണെങ്കിൽ ആ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഞാൻ ആദ്യം പറഞ്ഞാൽ അതിന്റെ ഉപകാരമായിട്ട് മാറും. അതുകൊണ്ട് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ താങ്ക് യു സോ മച്ച്.